പുളകം കൊള്ളിച്ചുകൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരത്തിനുള്ള അംഗം മുറുകുകയാണ്. എന്തായാലും ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ട്രാക്കുകളെല്ലാം സജ്ജമായി കഴിഞ്ഞു. ചുണ്ടൻ വള്ളങ്ങൾ ട്രാക്കിൽ ഇതിനോടകം നിരന്നു കഴിഞ്ഞു. ട്രാക്ക് ക്ലിയറൻസ് ഇതോടെ പൂർത്തിയായിട്ടുണ്ട്. ഹീറ്റ്സ് 1-ൽ ആനാരി ചുണ്ടൻ കൈനകരി ടൗൺ ബോട്ട് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന ആനാരി ചുണ്ടനാണ് ട്രാക്ക് 1-ലുള്ളത്. ട്രാക്ക് 2-ൽ വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം, അതേപോലെ തന്നെ ട്രാക്ക് 3-ൽ ശ്രീ വിനായകൻ മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബ്, ട്രാക്ക് 4-ൽ കാരിച്ചാൽ KCBC എന്നിങ്ങനെയാണ് അണിനിരന്നിട്ടുള്ളത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അവിടെ ട്രാക്കുകളെല്ലാം സജ്ജമായി കഴിഞ്ഞു. ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ സുധീഷ്. വിനോദ്, ആദ്യ ഹീറ്റ്സ് മത്സരമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് ചുണ്ടൻ വള്ളങ്ങളുടേത്. ഇത് ഒന്നാം ട്രാക്കിലൂടെ വരുന്നത് ആനാരിയാണ്. ആനാരി ചുണ്ടനിൽ തുഴയുന്നത് കൈനകരി ടൗൺ ബോട്ട് ക്ലബ്ബാണ്. ഇത് പുതിയതായി രൂപീകരിച്ച ബോട്ട് ക്ലബ്ബാണ്. ആനാരി ചുണ്ടന് ഇതുവരെ നെഹ്റു ട്രോഫി നേടാനായിട്ടില്ല. എന്നാൽ വലിയ മത്സരങ്ങൾ CBL അടക്കം വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു ചുണ്ടനാണ് ആനാരി ചുണ്ടൻ. രണ്ടാം ട്രാക്കിലൂടെ വെള്ളംകുളങ്ങരയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പഴയ നെപ്പോളിയൻ ചുണ്ടനായിരുന്നു വെള്ളംകുളങ്ങര ചുണ്ടനായി വെള്ളംകുളങ്ങര കരക്കാർ വാങ്ങിയത്. ആ നെഹ്റു ട്രോഫിയിലെ ആദ്യ ഹാട്രിക് അടക്കം നേടിയ ഒരു ചുണ്ടനായിരുന്നു നെപ്പോളിയൻ ചുണ്ടൻ. അതിനുശേഷം പുതിയ വെള്ളംകുളങ്ങര ചുണ്ടൻ നിർമ്മിച്ചു. ഇപ്പോൾ ഏറ്റവും പുതിയ വെള്ളംകുളങ്ങര ചുണ്ടനാണ് ഇവിടെ പുന്നമടയിൽ മത്സരത്തിനെത്തുന്നത്. അതുപോലെ തന്നെ മൂന്നാം ട്രാക്കിലൂടെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീവിനായകൻ എന്ന ചുണ്ടൻ, കരുവറ്റ ശ്രീവിനായകൻ എന്ന ചുണ്ടനാണ്. മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നാലാം ട്രാക്കിലൂടെ ഏറ്റവും വലിയ വിജയപ്രതീക്ഷയുള്ള നെഹ്റു ട്രോഫി ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ 16 തവണയാണ് നെഹ്റു ട്രോഫി നേടിയിട്ടുള്ളത്. ഹാട്രിക് അടക്കം നേടിയിട്ടുള്ള ചുണ്ടനാണ്. 1973-ലാണ് ആദ്യമായി നെഹ്റു ട്രോഫി നേടുന്നത്. അന്ന് കല്ലൂപ്പറമ്പൻ ചുണ്ടനുമായി പങ്കുവെക്കുകയായിരുന്നു. രണ്ടും തമ്മിൽ ഒരേപോലെ ഫിനിഷ് ചെയ്തതോടെ നെഹ്റു ട്രോഫി പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണയും നെഹ്റു ട്രോഫി നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. അന്ന് കാരിച്ചാൽ ചുണ്ടനിൽ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു. ഇത്തവണ ആദ്യമായി നെഹ്റു ട്രോഫിയിൽ സ്വന്തം കരയിൽ നിന്നുള്ള ടീമുമായി കാരിച്ചാൽ എത്തുകയാണ്. വിജയത്തിൽ കുറഞ്ഞ് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതിശക്തമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ ഫിനിഷ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആ കാരിച്ചാൽ ചുണ്ടൻ ഇവിടെ ഇപ്പോൾ തുഴയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് മത്സരം ആരംഭിച്ചു എന്നത് തന്നെയാണ്. ഇപ്പോൾ ഒന്നാം ഹീറ്റ്സ് മത്സരം, ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു. ഇവിടെ എത്ര സമയത്തിന് കാരിച്ചാൽ ഫിനിഷ് ചെയ്യുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തി എന്തൊരാവേശം ആ ആവേശം തന്നെയാണ് പുന്നമടയിലേക്ക് എല്ലാവരും കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിൽ ലോകത്തുള്ള എല്ലാ ജലപ്രേമികളും ഇവിടെ പുന്നമടയിലേക്ക് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് 40 ദിവസത്തിലധികമുള്ള പരിശീലനം, അതുപോലെ തന്നെയുള്ള കാത്തിരിപ്പ്. ജലോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 4 ലക്ഷത്തോളം പേർ ഇപ്പോൾ ഈ നെഹ്റു ട്രോഫി ജലമേള വീക്ഷിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്രയ്ക്ക് ജനപ്രിയമായ ഒരു കായിക മേള, അത് ദൂരത്തേക്ക് വള്ളം വരുന്ന ഒരു കാഴ്ച. ആ കാഴ്ചക്ക് തന്നെയാണ് ഈ പുന്നമട കാത്തിരിക്കുന്നത്. ആദ്യ ഹീറ്റ്സ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് ആരാധകരുള്ള കാരിച്ചാൽ അടക്കമുള്ള ചുണ്ടന്മാർ മത്സരിക്കുമ്പോൾ ഇരു കരകളും അങ്ങനെ ഉല്ലസിക്കുകയാണ്. അവർക്ക് ജയ് വിളിക്കുകയാണ്, മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെയാണ് കാരിച്ചാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ചുണ്ടൻ വള്ളമാണ് കാരിച്ചാൽ. ഏറ്റവും തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ, ആ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാലിൽ സ്വന്തം കരയുടെ കരുത്തിൽ ഇപ്പോൾ തുഴയെറിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു 4:15-ലെങ്കിലും 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടെങ്കിലും ഫിനിഷ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതിശക്തമായ തുഴച്ചിലാണ് നടക്കുന്നത്. ഒപ്പം ആനാരിയും അടക്കമുള്ള ചുണ്ടൻ വള്ളങ്ങളുണ്ട്, ശ്രീവിനായകനുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളംകുളങ്ങരയുണ്ട്. ഈ 4 ചുണ്ടൻ വള്ളങ്ങളിൽ ആരാവും ആദ്യമെത്തുക, അതിലുപരി ആരാവും സമയത്തിന്റെ റെക്കോർഡ് ഇടുക എന്നീ അനവധി ചോദ്യങ്ങളാണ്. കണ്ണെത്തും ദൂരത്തേക്ക് മത്സരമെത്തുകയാണ്. പുന്നമട കായലിലെ ഓളപ്പരത്തിലേക്ക് ഈറിമുറിച്ചുകൊണ്ട് 4 കളിവള്ളങ്ങൾ ഇവിടേക്ക് എത്തുന്നു. ഇരു കരകളും ആവേശം തിങ്ങി നിറയ്ക്കുന്നു. വലിയൊരു